നമ്മുടെ ഇന്നത്തെ വീഡിയോ കാൽഷ്യത്തിനെ കുറിച്ചാണ്. കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മിനറലാണ്. ശരീരത്തിലെ ഏകദേശം 99% കാൽഷ്യം അസ്ഥികളും പല്ലുകളും സംഭരിക്കുന്നു. പ്രധാന പ്രവർത്തനങ്ങൾ: അസ്ഥികളും പല്ലുകളും ശക്തമാക്കുന്നു, അസ്ഥികളുടെ ഘടനയും കരുത്തും നിലനിർത്തുന്നു, കുട്ടികളിൽ വളർച്ചയ്ക്കും മുതിർന്നവരിൽ അസ്ഥി നഷ്ടം തടയാനും സഹായിക്കുന്നു. കാൽഷ്യം കുറവുണ്ടെങ്കിൽ എളുപ്പത്തിൽ അസ്ഥിപ്പൊട്ടൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മസിൽ പ്രവർത്തനം: മസിലുകൾ ചുരുങ്ങാനും വിടാനും കാൽഷ്യം ആവശ്യമാണ്. കുറവുണ്ടെങ്കിൽ മസിൽ വേദന, ക്രാംപ്സ്, ട്വിച്ചിങ് ഉണ്ടാകാം. ഹൃദയത്തിന്റെ പ്രവർത്തനം: ഹൃദയ മസിലിന്റെ റിതം ശരിയായി നിലനിർത്താൻ സഹായിക്കുന്നു. ഹൃദയമിടിപ്പ് നിയന്ത്രണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. രക്തം കട്ടിപിടിക്കൽ: മുറിവ് വന്നാൽ രക്തം ഒഴുകി നിൽക്കാൻ കാൽഷ്യം വളരെ സഹായമാണ്. ഇല്ലെങ്കിൽ ബ്ലീഡിംഗ് നിർത്താൻ വൈകും. നാഡികൾ സന്ദേശങ്ങൾ ശരിയായി അയക്കാൻ കാൽഷ്യം ആവശ്യമാണ്. അതായത് ബ്രെയിൻ ടു ബോഡി കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായി നടക്കുന്നു. കാൽഷ്യം കുറവിന്റെ ലക്ഷണം: അസ്ഥികൾ ദുർബലമാകുന്നു, പല്ലുകൾ നശിക്കുന്നു, മസിൽ ക്രാമ്പ്, വേദന, ക്ഷീണം, ദൗർബല്യം. ഗുരുതരമായാൽ അസ്ഥിപ്പൊട്ടൽ രോഗം അതായത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നു. കാൽഷ്യത്തിന്റെ ദിവസേന അളവ്: കുട്ടികളിൽ 700 മില്ലിഗ്രാം ടു 1000 മില്ലിഗ്രാമും, പുരുഷന്മാർ 1000 മില്ലിഗ്രാം, സ്ത്രീകൾ 1200 മില്ലിഗ്രാമും. കാൽഷ്യം ലഭിക്കുന്ന പ്രധാന ഭക്ഷണങ്ങൾ: പാൽ, ചീസ്, തൈര്, ബട്ടർ മിൽക്ക്. സസ്യ ആഹാരം പോലെ ചെറുപയറ്, കടല, ചീര, മുരിങ്ങയില, ബ്രക്കോളി. മത്സ്യങ്ങൾ: മീന്, പ്രത്യേകം ചെറിയ മീന്, ബോൺ സഹിതം, നട്ട്സ്. പ്രധാനമായി കാൽഷ്യം ശരീരത്തിൽ ശരിയായി ആഗിരണം ചെയ്യാൻ വൈറ്റമിൻ ഡി അനിവാര്യമാണ്. അതിനാൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് വളരെ പ്രധാനമാണ്. ചുരുക്കി പറഞ്ഞാൽ കാൽഷ്യം എന്ന് പറയുന്നത് അസ്ഥി, പല്ല്, മസില്, ഹൃദയം, രക്തം ഇതെല്ലാം കൂടെ ചേർന്നതാണ്. ശരീരത്തിന്റെ അടിസ്ഥാന ശക്തിക്ക് അത്യാവശ്യമായ മിനറലാണ് കാൽഷ്യം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.